നമസ്കാരം. 10 ലക്ഷം രൂപയുമായി വീട്ടിൽ നിന്ന് JCB വാങ്ങാനെന്ന് പറഞ്ഞിറങ്ങിയ ദീപുവിനെ പിന്നീട് വീട്ടുകാർ കണ്ടിട്ടില്ല. പണവുമായി യാത്ര ചെയ്യവേ ഏതോ ഒരു കൊട്ടേഷൻ സംഘം ദീപുവിനെ കാറിൽ തന്നെ കഴുത്തറുത്ത് കൊന്നു എന്ന വാർത്തയാണ് പിന്നീട് ഞെട്ടലോടെ മലയാളക്കാരെ ഒന്നാകെ കേട്ടത്. എന്നാൽ ദുരൂഹതകൾ ഏറെ നിറഞ്ഞ ഈ കേസിൽ അപ്രതീക്ഷിതമായ റിപ്പോർട്ടുകളാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ കുറുപ്പ് മോഡൽ റീക്രിയേഷനായി തോന്നുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ. അതായത് കടം കയറി ബാധ്യത കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ വന്നപ്പോൾ ദീപുവിന്റെ മരണം ദീപു തന്നെ സ്വയം തിരഞ്ഞെടുത്തതാണെന്നും കൊലപാതകത്തിന് പിന്നിൽ കൊല ചെയ്യപ്പെട്ട ദീപു തന്നെയാണ് എന്നുമുള്ള മൊഴികളാണ് ഇപ്പോൾ പോലീസിനെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നത്. കടബാധ്യത തീർക്കാൻ തന്റെ മരണത്തിലൂടെ ലഭിക്കുന്ന ഇൻഷുറൻസ് തുകയാൽ കഴിയുമെന്ന് കരുതിയാണ് അയാൾ സ്വയം മരിക്കാൻ തയ്യാറെടുത്തത് എന്നതടക്കമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രതികൾ നൽകുന്ന മൊഴി. എന്നാൽ മൊഴികളിൽ പോലീസിന് അത്ര വിശ്വാസം പോരാ എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസിനെ ഏറെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കേസായി മാറുകയാണ് ദീപുവിന്റെ മരണം. നിലവിൽ കേസിൽ അറസ്റ്റിലായ പ്രതി അമ്പിളിയുടെ വിചിത്ര മൊഴിയാൽ കൺഫ്യൂഷനിലായിരിക്കുകയാണ് പോലീസ്. കലീക്ക വിളയിൽ ക്വാറി ഉടമയായിട്ടുള്ള ദീപു സോമനെ കൊലപ്പെടുത്തിയത് മലയം സ്വദേശിയായിട്ടുള്ള അമ്പിളി ഒറ്റയ്ക്കായിരിക്കില്ല എന്നതാണ് പോലീസിന്റെ നിഗമനം. ഇപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ കൊലക്കുറ്റം സംബന്ധിച്ച അമ്പിളി കാരണമായി പറയുന്നതാണ് വിചിത്രമായിട്ടുള്ള മൊഴി. കൊല ചെയ്യപ്പെട്ട ദീപുവിന്റെ ആവശ്യപ്രകാരമാണ് താൻ കൊല നടത്തിയതെന്നാണ് അയാൾ മൊഴി നൽകിയിരിക്കുന്നത്. കടബാധ്യത മൂലം ജീവിതം പ്രതിസന്ധിയിലായ ദീപു കുടുംബത്തിന് ഇൻഷുറൻസ് തുക ലഭിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ കൊല്ലപ്പെടുത്താൻ തന്നോട് പറഞ്ഞതെന്ന മൊഴിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രതി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് അന്വേഷണം വഴിതെറ്റിക്കാനുള്ള നീക്കമാണോ എന്നതാണ് പോലീസിന്റെ സംശയം. അതിനാൽ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന സംശയവും പോലീസിനുണ്ട്. മറ്റൊരാളെ കുറിച്ചുകൂടി സൂചന ലഭിച്ചതായിട്ടുള്ള വിവരങ്ങൾ ഇതിന് പിന്നാലെ പോലീസ് പുറത്തുവിട്ടിരുന്നു. ഇതിനിടെ അമ്പിളിയുടെ ഭാര്യയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന വിവരങ്ങൾ പുറത്തു വന്നു. അതിനു മുമ്പ് കേസിന് വ്യക്തത വരുമെന്നാണ് തമിഴ്നാട് പോലീസിന്റെ പ്രതീക്ഷ.